മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലത്ത് മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്ര ഉത്സവത്തിലെ ഗാനമേളയിൽ RSS ഗണഗീതം പാടിയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് അന്വേഷണം നടത്തും. ഗണഗീതം പാടിയതിലും ക്ഷേത്ര പരിസരത്ത് RSSന്റെ കൊടിതോരണങ്ങൾ കെട്ടിയതിലും പോലീസിലും പരാതി ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കർശന നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. ദേശഭക്തി ഗാനമാണ് പാടിയതെന്ന നിലപാടിലാണ് ക്ഷേത്ര ഉപദേശക സമിതി. ക്ഷേത്രോത്സവ ഗാനമേളയിലാണ് ഇത്തരത്തിൽ ഗണഗീതം പാടിയത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിരുന്നു. കടക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ സമാനമായ സംഭവം കടക്കലിലെ മറ്റൊരു ക്ഷേത്രത്തിൽ നടന്നിരുന്നു. വിനീഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചാൽ വിനീഷ്, സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. CPMന്റെ അലോഷിയുടെ ഗാനമേളയിൽ പുഷ്പനുമായി ബന്ധപ്പെട്ട ഗാനം വിവാദമായിരുന്നു. ഹൈക്കോടതിയുടെ പരാമർശവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തന്നെയാണ് RSSുമായി ബന്ധപ്പെട്ട ഗാനം ആലപിക്കുന്നു. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടുക്കൽ ക്ഷേത്രത്തിലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കോട്ടുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം നടന്ന സംഗീത പരിപാടിയിലാണ് RSSന്റെ ഗണഗീതം പാടിയതായിട്ടുള്ള ഒരു പരാതി ഉയർന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ 2 പരാതികളാണ് രഞ്ജിത്ത് പോലീസിൽ ലഭിച്ചിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്ത് ബജരംഗദൾ RSS കൊടിതോരണങ്ങൾ കെട്ടി എന്നുള്ളൊരു പരാതിയും ഇതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആദ്യം പരാതി നൽകിയിരിക്കുന്നത്. മഞ്ഞിപ്പുഴ ദേവസ്വം ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഇട്ടിവയിലെ CPM നേതാവുമായ അഖിൽ ശശിയാണ് ആദ്യം പരാതി നൽകിയത്. കടക്കൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലും പരിസരത്തുമായി ഈ കൊടിതോരണങ്ങൾ കെട്ടി എന്നുള്ളൊരു പരാതിയാണ് ഇയാളുടെ പരാതിയിൽ തന്നെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പരാതിയിൽ പോലീസ് ക്ഷേത്രോപദേശക സമിതിക്ക് നോട്ടീസ് നൽകുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു വിവാദവും കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്രത്തിൽ അവതരിപ്പിച്ച ഗാനമേള RSSന്റെ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ടാണ് ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പോലീസിന് പരാതിയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടിക്കൽ സ്വദേശിയായ പ്രതിനാണ് പരാതിയുമായിട്ട് ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഈ ഗാനമേള അവതരിപ്പിച്ചവരുടെ വിശദീകരണം ഇങ്ങനെയാണ്. ആളുകളുടെ ആവശ്യപ്രകാരമാണ് തങ്ങൾ ഈ ഗണഗീതം ആലപിച്ചതെന്നാണ് ഗാനമേള ട്രൂപ്പ് പറയുന്നത്. അതുപോലെ തന്നെ കോട്ടുക്കലിലെ ടീം ഛത്രപതി എന്ന സംഘമാണ് ഗാനമേള സ്പോൺസർ ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇവർ നേരത്തെ തന്നെ ഈ പാട്ട് പാടണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായിട്ടാണ് ഇവരിൽ നിന്നും കിട്ടുന്ന ഒരു വിശദീകരണം. നാഗർകോവിൽ ഉള്ള ഒരു ട്രൂപ്പാണ്. നാഗർകോവിൽ ബേഡ്സ് എന്നാണ് ഈ ഗാനമേള ട്രൂപ്പിന്റെ പേര്. ഇവരാണ് ഈ ഗണഗീതം പാടിയതായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം രഞ്ജിത്തെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ സംഗീത പരിപാടിയിൽ വിപ്ലവ ഗാനം പാടിയത് ഏറെ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സംഭവത്തിൽ ക്ഷേത്രോപദേശക സമിതി അടക്കം പിരിച്ചുവിടുന്ന വലിയ വാർത്തയായി മാറിയ സംഭവം ഉണ്ടായിരുന്നു. തുടർന്ന് കടക്കൽ പോലീസ് ഗായകൻ അലോഷി ഉൾപ്പെടെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസെടുത്ത സംഭവം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പം സമാനമായ സൂചിപ്പിച്ചു തന്നെ സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ ഈ സംഭവം വിവാദമായപ്പോൾ തന്നെ ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും അതാണ്. ഏതായാലും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ക്ഷേത്ര പരിസരങ്ങളിൽ നടക്കുന്നുമുണ്ട്. തിരിച്ചുവരാം ഇടവേള.